ഗോവിന്ദചാമി ജയിൽ ചാടാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പോടെ. ചോറ് കഴിക്കാതെ ഡോക്ടറുടെ അടുത്തുനിന്ന് എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയായി കുറച്ചു. ഇന്ന് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് 1:15 ചുവരിനോട് ചേർന്നായിരുന്നു കിടന്നുറങ്ങാറുള്ളത്. കനത്ത മഴയായതിനാൽ പുതച്ചുമൂടിയാണ് കിടന്നുറങ്ങിയത്. ഗോവിന്ദചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ പുതച്ചുമൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നത്രേ. സെല്ലിന്റെ 2 കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു. ദിവസങ്ങളായി കുറച്ചായി കമ്പികൾ മുറിക്കുവാനുള്ള ശ്രമം നടത്തി തുടങ്ങി. ഉപ്പ് വെച്ച് കമ്പികൾ തുരുമ്പ് പിടിപ്പിച്ചതായും സംശയമുണ്ട്. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ചിറങ്ങുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിരുന്നു. ജയിലിലെ വെള്ള വസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത്. ജയിലിലെ വരാന്തയിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെല്ലിലെ CCTV ദൃശ്യങ്ങളില്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഫെൻസിംഗ് ലൈനിൽ വൈദ്യുതിയില്ല. ഇന്ന് പുലർച്ചെ ജയിലിൽ ചാടിയ ഗോവിന്ദചാമിയെ കുറിച്ച് വിവരവുമായി പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ 3ഓളം പേർ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. പിടികൂടിയ ശേഷം ഇയാളെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതി ജയിൽ ചാടാനായി ജയിലിൽ നിന്നോ പുറത്തുനിന്നോ സഹായം ലഭിച്ചോ എന്നതുൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവ സ്ഥലത്ത് ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്.